സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം നമ്മുടെ മിനിസ്ട്രിയെക്കുറിച്ചാണ്. ആ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഒരുവൻ നിനക്ക് എതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ അവനോട് തുറന്ന് പറയണം. നീയും അവനുമായിട്ട് ആയിരിക്കുമ്പോൾ ധൈര്യമായിട്ട് പോയി പറയണം. പേടിക്കേണ്ട കാര്യമില്ല. വേറൊരാളോട് പറഞ്ഞു നടക്കാതെ അവനോട് തന്നെ നേരിട്ട് പറയണം. മനസ്സിലാവുന്നുള്ളൂ. ചിലപ്പോൾ അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ നിന്നിൽ നിന്ന് മാറി നിന്ന് വരും. പക്ഷെ നിനക്ക് ഫ്രീ ആകാൻ പറ്റും. അവനെ പോയി പേടിപ്പിക്കാനല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. നീ ഇത് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ നടക്കുന്ന ആ ഒരു വഴിയിൽ നിന്ന് നീ അകലെയാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. അങ്ങനെ ഒരു ധൈര്യം നിനക്കുണ്ടാകണം. അതിൻ്റെ അവസാനം ഗോസ്പൽ പറയുന്നൊരു മനോഹരമായ ഒരു വചനമുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. നീ പറയുന്നത് നീയും അവനും ആയിരിക്കുന്ന വേളയിൽ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന അവനും കൂടി കേൾക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, ആ ഒരു ബോധ്യത്തിൽ നിനക്ക് മറ്റുള്ളവരിൽ വന്നു പോയ തെറ്റുകളെക്കുറിച്ച് ധൈര്യമായിട്ട് പറയാം. പക്ഷെ പറയുമ്പം ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല അവിടെ ഉള്ളത്. നിങ്ങളുടെ ഇടയിൽ ഒരുവനും കൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയുള്ള കൃപാജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യേശുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.